ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 4. അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 26, പേജ് നമ്പർ 267. ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. പദാനുപദം. അന്യേ അന്യരായ ചിലർ, ശ്രോത്രാദീനി ശ്രോത്രം തുടങ്ങിയുള്ള, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, സംയമാഗ്നിഷു സംയമാഗ്നിയിൽ, ജുഹ്വതി ഹോമിക്കുന്നു. അന്യേ വേറെ ചിലർ, ശബ്ദാദീൻ ശബ്ദാദികളായ, വിഷയാൻ വിഷയങ്ങളെ, ഇന്ദ്രിയാഗ്നിഷു ഇന്ദ്രിയങ്ങളായ അഗ്നിയിൽ, ജുഹ്വതി ആഹൂതി ചെയ്യുന്നു. വിവർത്തനം. ചിലർ കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഭാവാർത്ഥം. മാനവ സമുദായത്തിലെ 4 വിഭാഗങ്ങളിലെയും അംഗങ്ങളായ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി ഇവരെല്ലാം തികഞ്ഞ യോഗികളോ അതീന്ദ്രിയാത്മാക്കളോ ആകേണ്ടവരാണ്. മനുഷ്യജീവിതം മൃഗങ്ങൾക്കെന്ന പോലെ ഇന്ദ്രിയ സുഖലാഭത്തിനു വേണ്ടിയുള്ളതല്ല. മനുഷ്യജീവിതത്തിലെ ഈ 4 ആശ്രമങ്ങൾ ഒരാൾക്ക് ആത്മീയ ജീവിതത്തിൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. ബ്രഹ്മചാരികൾ അഥവാ വിദ്യാർത്ഥികൾ വിശ്വാസ്യനായ ഒരു ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഉപേക്ഷിച്ച് മനോനിയന്ത്രണം ചെയ്യുന്നു. കൃഷ്ണാവബോധപരമായ വാക്കുകൾ മാത്രമേ ഒരു ബ്രഹ്മചാരി ചെവിക്കൊള്ളാവൂ. അറിവിൻ്റെ അടിസ്ഥാന തത്വം ശ്രവണമത്രേ. അതുകൊണ്ട് ശുദ്ധ ബ്രഹ്മചാരി ഹരേർ നാമാനുകീർത്തനം അഥവാ ഭഗവൻ നാമശ്രവണ കീർത്തനങ്ങളിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പ്രാപഞ്ചികങ്ങളായ ശബ്ദവീചികളിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറുകയും ഹരേ കൃഷ്ണ എന്ന അതീന്ദ്രിയ ശബ്ദസ്പന്ദനങ്ങളിൽ മനസ്സുറപ്പിക്കുകയും ചെയ്യും.
ഗൃഹസ്ഥന്മാരും അങ്ങനെ തന്നെ. ഇന്ദ്രിയ ഭോഗങ്ങൾ അല്പമൊക്കെ ആകാമെങ്കിലും അവ നിയന്ത്രണ വിധേയമായി മാത്രം അനുഭവിക്കുന്നു. ലൈംഗിക ജീവിതം, ലഹരിദ്രവ്യങ്ങളുടെ ഉപയോഗം, മാംസാഹാരം എന്നിവയിൽ പൊതുവെ മനുഷ്യർക്ക് താൽപ്പര്യമുണ്ട്. എന്നാൽ നിയമനിഷ്ഠനായ ഒരു ഗൃഹസ്ഥൻ ലൈംഗിക വൃത്തിയിലാകട്ടെ മറ്റിന്ദ്രിയ ഭോഗങ്ങളിലാകട്ടെ സ്വച്ഛന്തം ഏർപ്പെടുകയില്ല. നിയന്ത്രിതമായ ലൈംഗിക ജീവിതത്തിന് അനുയോജ്യമായ മാർഗമാണ് വിവാഹം. എല്ലാ പരിഷ്കൃത ജനവിഭാഗങ്ങളും മതാചാര പ്രമാണങ്ങൾക്ക് അനുസൃതമായ വിവാഹ കർമ്മത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിയന്ത്രിതനായ ഗൃഹസ്ഥൻ ഉത്കൃഷ്ടമായ ആത്മീയ ജീവിതത്തിനു വേണ്ടി തൻ്റെ ഭോഗപ്രവണത ബലികഴിക്കുന്നു. അതുകൊണ്ട് അനാസക്തവും നിയന്ത്രിതവുമായ ലൈംഗിക ജീവിതവും ഒരു വിധത്തിൽ യജ്ഞം തന്നെ. ഹരേ കൃഷ്ണ.